ഇല്ലാത്ത ഒരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഐ ഹാവ് എ വെരി സ്പെഷ്യൽ എബിലിറ്റി. While singing a song, while praying, while listening to the meditation, while listening to the messages, I can look at your face and I can move my body. At the same time, I can go to Lulu Mall, I can go to my home, I can go to the kitchen. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കണം. അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പാട്ട് പാടുന്നുണ്ടേ നന്നായിട്ട് നോക്കി അത് പാടാനായിട്ട് ശ്രമിക്കും. അതുപോലെ ഒരു തോട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോഴോ അത് എൻ്റെ മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ അതിലെനിക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടേ അതിൻ്റെ കൂടെ ഒരു ആമേൻ പറ, അതിൻ്റെ കൂടെ ഒരു സ്തോത്രം പറ. അങ്ങനെ പറയുന്നുണ്ടേ നമുക്കതിൽ കൂടുതൽ സഹകരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പാടുന്നതിൽ പോലും ശ്രദ്ധിക്കുന്നതല്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടേ അതൊന്ന് റീകളക്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഈ തോട്ട്സ് ഒക്കെ കേട്ടാലും അത് കഴിഞ്ഞ് നമ്മൾ സ്തോത്രം ചെയ്യുന്നുണ്ടേ അതൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഒന്നില് പാടുന്ന പാട്ടിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ തോട്ട് പറയുന്ന ആളിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പ്രശ്നമാണ്. എന്തായാലും നമുക്ക് കറക്ഷൻസ് ആവശ്യമാണ്. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷേ ഉണ്ടോ? ദൈവത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് പോലും എന്താ അവൻ, നീ, അല്ലേ? ഈ കേങ്കലിനെ അങ്ങനെ വിളിച്ചേ ഉടനെ വിവരം അറിയല്ലേ? നമ്മള് ഭൂമിയിലുള്ള ഒരു മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനം പോലും നമ്മൾ സ്തോത്രം ചെയ്യുന്നുണ്ടേ നമ്മുടെ ദൈവത്തിന് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് ഒരു സങ്കടമാണ്. അതുകൊണ്ട് നല്ല വാക്കുകൾ നമുക്കുണ്ടല്ലോ, അങ്ങ്, ഇല്ലേ? ഒരുപാട് അങ്ങനെ നല്ല ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് വളരെ ആവശ്യമാണ്. എന്തോ സംസാരിക്കണമെന്ന് ഞാൻ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ യാഗങ്ങളെ കുറിച്ച് ഞങ്ങൾ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ കുറെ ജഡ്ജസിനെ പറ്റി ചിന്തിച്ചു, ശമൂവേലിനെ പറ്റി ചിന്തിച്ചു, ഏലിയെ മക്കളെ പറ്റിയൊക്കെ ചിന്തിച്ചു. അങ്ങനെ എന്തെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നോണ്ടേ കഴിഞ്ഞ ആഴ്ച സ്റ്റീവൻ അങ്കിള് പ്രസംഗിച്ചത് ആരെക്കുറിച്ചാ? ജഡ്ജസിനെ മറന്നല്ലേ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മള് ജഡ്ജസിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടുഡേ മൈ ടോപ്പിക് ഈസ് അബൌട്ട് Eli ആൻഡ് ഹിസ് സൺസ്. ഏലിയെയും അവൻ്റെ മക്കളെയും കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ഒരുപാട് തവണ വായിച്ച് ചിന്തിച്ചു. ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയ ഒരു ചരിത്രമായിട്ട് എനിക്കിരിക്കുന്നു. പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഏലിയുടെയും മക്കളുടെയും കാര്യം. എന്നാൽ അതിൽ നമ്മളെ ഒന്ന് ഉൾപ്പെടുത്തി കഴിയുന്നുണ്ടേ അറിയാം നമ്മൾ എവിടാ നിൽക്കുന്നതെന്ന്. ഞാൻ ഏലിയാണോ, ഞാൻ ഹൊഫ്നിയും ഫിനെഹാസുമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് അയവറിക്കൊണ്ടിരിക്കുമെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളെല്ലാം വി ആർ വെരി പുവർ ഇൻ റീഡിങ്. പ്രത്യേകിച്ച് പഴയ നിയമം ഒന്നും വലിയ പിടിയില്ല. ഈ ഹൊഫ്നയും ഫിനെഹാസും എന്നൊക്കെ പേര് തന്നെ പറഞ്ഞേ പലർക്കും അതൊരു പുതിയ പേരാണ്. അതുകൊണ്ട് നമ്മൾ ക്രമമായിട്ട് നമ്മുടെ വീട്ടില് വായിക്കാനും പ്രാർത്ഥിക്കാനും ഫാമിലി പ്രെയർ എടുക്കാനും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ഫാമിലി പ്രെയർ ഉണ്ടായിരുന്ന എത്ര വീടുകളുണ്ട്?
കൈ പൊക്കണ്ട. കാരണം നമ്മുടെ സഭയ്ക്ക് നാണക്കേടാണ്, നമ്മുടെ എൽഡേഴ്സിന് നാണക്കേടാണ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് നാണക്കേടാണ്. പല വീടുകളിലും ഫാമിലി പ്രയർ ഇല്ല. ഇന്ന് സൺഡേ രാവിലെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പിള്ളേരെ സൺഡേ സ്കൂളിന് കൊണ്ടുവരുന്ന ആരാധന, പിന്നെ യൂത്ത് മീറ്റിംഗ്, പിന്നെ പുറത്ത് ലഞ്ച് കഴിക്കാൻ പോകണം, പല പല പ്രശ്നം. ഇന്നലെയോ സാറ്റർഡേയോ എല്ലാവർക്കും അവധി കിട്ടിയ ഒരു ദിവസമാണ്. രാവിലെ എഴുന്നേക്കാനായിട്ട് ലേറ്റ് എന്നല്ലേ. ഫ്രൈഡേയിലോ പിള്ളേർ സ്കൂളിൽ പോകണം, രാവിലെ 7 മണിക്ക് ബസ് വരും ഇല്ലേ. വൈകുന്നേരമോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഫെയിൽ ആകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് സമയം ഇല്ലാതെ പോകുന്നു. ദൈവത്തെയാണോ നമ്മുടെ മക്കളെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ ക്രിക്കറ്റിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? എത്ര മണിക്കൂറായിരിക്കുന്നേ? ഫുട്ബോളിന് എത്ര ഇരിക്കും? ജിമ്മിൽ പോകാന്, കളിക്കാൻ പോകാന്, ന്യൂസ് കേൾക്കാന് എത്രയോ മണിക്കൂർ ഇരിക്കുന്നു. അതിൻ്റെ ഒരു അല്പമെങ്കിലും സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാനും വചനം പഠിക്കാനും ഇടയാകണം. അത് ആവശ്യമാണ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ പിള്ളേരെ എൻകറേജ് ചെയ്യണം. അവരോട് ചോദിക്കണം, മോനെ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി പ്രയറിന് എന്തായിരുന്നു വിഷയം, ഏതാ വായിച്ചെന്ന് അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചാൽ പിള്ളേർ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും വഴക്കുണ്ടായിക്കോളും അല്ലേ. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ്, യു ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. യൂത്ത് ലീഡേഴ്സ്, എൽഡേഴ്സ് വല്ലപ്പോഴും സൗരന്മാരെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, ഇന്ന് രാവിലെ ഫാമിലി പ്രയറിന് എന്താ വായിച്ചത് എന്നൊന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. ഇസ്രയേലിന്റെ പശ്ചാത്തലം ഏലിയോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു എന്ന് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 1. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 1. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദ വേർഡ് ഓഫ് ദ ലോർഡ് വാസ് റെയർ. ആർക്കും ദൈവത്തിന്റെ വചനത്തില് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ദൈവവചനം വായിക്കുന്നില്ല, ദൈവം ആർക്കും ഇതെന്ന് വെളിപ്പെടുത്തി കൊടുക്കാതെ ഇരിക്കുന്ന കാലം. ചാപ്റ്റർ 3 വേഴ്സ് 3. ദൈവാലയത്തിന്റെ വിളക്ക് കെട്ടുപോകുന്ന കാലമായിരുന്നു. ദൈവാലയത്തിലെ വിളക്ക് ഒരിക്കലും കെടാൻ പാടില്ലാത്തതാണ്. അത് പുരോഹിതന്മാര് അതിന്റെ തിരി തെളിയിച്ച്, അതിന്റെ കരിന്തിരി വെട്ടിക്കളഞ്ഞ്, അതിൽ എണ്ണ ഒഴിച്ച് ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട നിലവിളക്ക് കെട്ടുപോകുന്ന കാലം എന്ന് പറഞ്ഞാല് പുരോഹിതന്മാര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി പോകുന്ന ഒരു കാലം. ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം 25 വാക്യത്തിൽ നാം വായിക്കുന്നു, ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. രാജാവില്ലാത്തവരായിരുന്നു അവരുടെ പ്രശ്നം. രാജാവ് ഉണ്ടായെണ്ണ എന്തേലും ബെറ്ററായോ? രാജാവ് ഉണ്ടായെണ്ണ കൂടുതൽ മോശമായിട്ട് തീർന്നതേ ഉള്ളൂ. എന്നാല് എന്താ, there was no discipline. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയമില്ലാതെ, ഡിസിപ്ലിൻ ഇല്ലാതെ അവർക്ക് ഇഷ്ടം പോലെ നടന്ന ഒരു കാലം. ഇന്ന് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടോ? കൃത്യമായിട്ട് വീട്ടിൽ ദൈവത്തോണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ കാലത്ത് എന്തായിരുന്നു? ദൈവമായിരുന്നു അവരുടെ രാജാവ്. ഗോഡ് വാസ് ദെയർ കിങ്. ദൈവം നേരിട്ട് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അവരിൽ കൂടെ നേരിട്ട് ന്യായപാലനം ചെയ്യുന്ന ഒരു കാലമായിരുന്നു. എന്നാല് ജനം ബോധിച്ച പോലെ അവരെ അനുസരിക്കാതെ പോയിരുന്ന കാലമാണ്. ഈ സംഭവം നടക്കുന്ന സ്ഥലം ഷീലോവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഷീലോവിന്റെ പ്രാധാന്യം എന്താണ്? ഇസ്രയേൽ മക്കളെ ദൈവം കനാൻ നാട്ടിൽ കൊണ്ടെത്തി അവിടെ യോശുവ മുഖാന്തരം യുദ്ധം ചെയ്തു, രാജ്യം പിടിച്ചടക്കി. ദൈവത്തിന്റെ ആലയം ഷീലോവിലായിരുന്നു ടാബർനാക്കിൾ, സമാഗമന കൂടാരം സ്ഥാപിച്ചത്. അതിലായിരുന്നു നിയമപ്പെട്ടകം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ലൊക്കേഷൻ പറഞ്ഞാല് യെരുശലേമിൽ നിന്ന് വടക്കോട്ട് ഏതാണ്ട് 30 കിലോമീറ്റർ പോയ ഒരു സ്ഥലമാണ്. അവിടെ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല്
ഇസ്രയേലിലെ സകല ജനവും അവിടെ കൂടിയാലേ ഒക്കത്തുള്ളൂ. എല്ലാവരും ദൈവസന്നിധിയിൽ വരണം. അവരുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള, യാഗം കഴിക്കുവാനുള്ള ഏക സ്ഥലം, പുരോഹിതന്മാർ വസിക്കുന്ന സ്ഥലമാണ് ഈ ശീലോവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏറ്റവും അവസാനത്തെ ജഡ്ജ് ആരായിരുന്നു? Who was the last judge? ശമൂവേലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ജഡ്ജ് എന്ന് പറയാം. അതിനുശേഷം ശമൂവേലിന്റെ മക്കള് കുറച്ചു നാളൊന്ന് ജഡ്ജസ് ആയിട്ടിരുന്നു. പക്ഷേ ശമൂവേൽ തന്നെ അവരെ മാറ്റി. എന്തുകൊണ്ടാണ്? അവർ ബ്രൈബ് ചെയ്ത് ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയോണ്ടേ ശമൂവേൽ തന്നെ അവരെ മാറ്റി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമൂവേലിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ന്യായാധിപനാണ് ഏലി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏലി ചെറിയ ആളൊന്നും ആയിരുന്നില്ല. 40 വർഷം ഇസ്രയേലിനെ ന്യായപാലനം ചെയ്യുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. താൻ ജഡ്ജായിരുന്നത് മാത്രമല്ല, താൻ ഹൈപ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു, താൻ മഹാപുരോഹിതനായിരുന്നു. മാത്രമല്ല, ചില പ്രവചനങ്ങൾ താൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹി വാസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ. ഏറ്റവും സമുന്നതനായിട്ടുള്ള വ്യക്തി. ഹി വാസ് ദ ഓൺലി പേഴ്സൺ ഹൂ ക്യാൻ എൻറ്റർ ഇൻ ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഓൾ. കഴിഞ്ഞ 40 വർഷം അതിപരിശുദ്ധ സ്ഥലത്ത് പോയി ദൈവത്തിന്റെ മഹത്വം കാണാൻ, ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് കാണുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഏക വ്യക്തിയായിരുന്നു ഏലി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാ പുരോഹിതന്മാരും ഈ ഇദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഏറ്റവും ഉന്നതനായിട്ടിരുന്ന വ്യക്തി, ഹി വാസ് എ ഗുഡ് ഗായ്. നമ്മൾ ഞാനൊന്ന് പഠിച്ചു നോക്കിയിടണേ. ഏലി വാസ് എ വെരി ഗുഡ് ഗായ്, ബെറ്റർ ദാൻ മെനി ഓഫ് അസ്. വളരെ റെസ്പോൺസിബിലിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ഉത്തരവാദിത്തത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ 98-ാമത്തെ വയസ്സിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ആർക്ക് ഓഫ് ദ കവനന്റ് വാസ് ക്യാപ്ചേർഡ് ബൈ ദ എനിമീസ്. നിയമപ്പെട്ടവും ശത്രുക്കളുടെ കയ്യിൽ പിടിപെട്ടു പോയി. നിയമപ്പെട്ടവും സസ്ഥാനത്ത് നിന്ന് പോയി എന്നറിഞ്ഞ സമയം മുതൽ 98 വയസ്സുള്ള ഏലി എവിടായിരിക്കുന്നത്? വഴിയരികിൽ ഇരിക്കുകയാണ്. എന്താ? നിയമപ്പെട്ടവും മടങ്ങി വരുവാനായിട്ട്. ഹി വാസ് ബ്ലൈൻഡ്. എന്നിട്ടും നിയമപ്പെട്ടവും മടങ്ങി വരുവാൻ നോക്കി. ആ പ്രായത്തിലെത്തുന്ന മനുഷ്യന് വഴിയരികിൽ താൻ ഇരിക്കുകയായിരുന്നു. അത് തൻ്റെ ഡ്യൂട്ടി ഒന്നുമല്ല. വാസ്തവത്തിൽ മഹാപുരോഹിതന്റെ ജോലി എന്ന് പറഞ്ഞാല് ഈ പുരോഹിതന്മാരെയൊക്കെ മാന ചെയ്ത് ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നാ മതി, ഒരു മാനേജർ പൊസിഷനിൽ ഇരുന്നാൽ മതി. എന്നാൽ ഏലി അങ്ങനെ അല്ലായിരുന്നു. നാം ഹന്നയോടുള്ള ബന്ധത്തിൽ നോക്കുന്നുണ്ടേ, ഏലി എവിടെ ഇരിക്കുന്നു? ഗേറ്റിൽ ഇരിക്കുന്നു, ആലയത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നു. എന്തിനായിരിക്കുന്നത്? വെറുതെ ഇരിക്കുകയല്ല. അവിടെ വരുന്ന ഓരോ വ്യക്തികളെയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അവരെങ്ങനെ വരുന്നു എന്ന് നോക്കി, ആര് വരുന്നു എന്ന് നോക്കി, വളരെ ആ ദൈവാലയത്തിന്റെ വിശുദ്ധി കാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനായിട്ടിരുന്നു ഏലി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഹന്ന പ്രാർത്ഥിച്ചോണ്ടേ അവളുടെ ശബ്ദം പുറത്തു വന്നില്ല, എന്നാ ചുണ്ടനങ്ങിക്കൊണ്ടിരുന്നോണ്ടേ അത്രമാത്രം സൂക്ഷിച്ചു നോക്കുന്ന ഏലിയായിരുന്നു. കാരണം ദൈവാലയത്തിൽ ഇവള് പ്രാർത്ഥിക്കുകയാണോ, ആണെങ്കിൽ ശബ്ദം വരുന്നില്ലല്ലോ, ഇവള് കള്ളു കുടിച്ചതാണോ എന്ന് സംശയിച്ച് അതിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു ഏലിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രയ്ക്ക് ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു ഏലി. ഹന്നയോട് ചോദിച്ചു, കുഞ്ഞെ എന്താ നീ ഇങ്ങനെ? അപ്പം പറഞ്ഞു, അയ്യോ എന്നെ ഒരു നീച സ്ത്രീയായിട്ടൊന്നും കരുതരുത്. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. നിന്റെ പ്രശ്നം എന്താ? എനിക്ക് മക്കളില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഹന്നയോട് ഈ ദൈവപുരുഷൻ പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. ഹന്ന എന്തോ പറഞ്ഞു, ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞു. കുഞ്ഞ് ജനിച്ചു. മുലകുടി മാറിയുടനെ കുഞ്ഞിനെയും കൊണ്ട് ഹന്ന ദൈവാലയത്തിലേക്ക് വന്നു. ആരുടെ അടുത്ത് വന്നു? ഏലിയുടെ അടുത്ത് വന്നു. ഒന്ന് വിചാരിച്ചേ, മുലകുടി മാറിയ സമയം 2 വയസ്സ്, 3 വയസ്സ്, അല്ലെ 4 വയസ്സ്.
ഈ 3-4 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഹന്ന ദൈവാലയത്തിലേക്ക് വന്ന് ഏലിയോട് പറയാണ്, അയ്യോ സാറേ, അപ്പാ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചതുപോലെ എനിക്കൊരു മകൻ ജനിച്ചു, തേണ്ട പിടിച്ചോ അങ്ങയുടെ സന്നിധിയിൽ. ഏലി ഒരു മടിയും കൂടാതെ ഏറ്റെടുത്തു, ആ കുട്ടിയെ ഏറ്റെടുത്തു. കിടക്കെ കിടന്ന മൂത്രമൊഴിക്കുന്ന പ്രായമാണ്. ഏലി ഒരു മടിയും കാണിച്ചില്ല, ഒന്നും. രണ്ടാമതൊരു ഹി ഹാഡ് നോ സെക്കൻഡ് തോട്ട്. ആ കുഞ്ഞിനെ സ്വീകരിച്ചു. നമ്മൾ സ്വീകരിക്കുമോ? 2 വയസ്സ് 4 വയസ്സ് വേണ്ട. ടീനേജ് 20s നമ്മൾ വീട്ടിൽ നിർത്തുമോ? നിർത്തത്തില്ല. കാരണം വലിയ പാടാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എനിക്ക് വയ്യ. ഈ തലവേദനയൊന്നും എനിക്ക് വയ്യ. എൻ്റെ മോനോട് ചോദിച്ചാൽ പറയും, ഐ വിൽ പേ ദ ഹോസ്റ്റൽ ഫീസ്, ഓർഫനേജിന്റെ ഫീസ് വേണേ ഞാൻ കൊടുക്കാം എന്നേ പറയത്തുള്ളൂ. കുറച്ച് കഴിയുന്നുണ്ടെ അവന്മാര് പറയും, ഐ വിൽ പേ ഫോർ ദ ഓൾഡ് ഏജ് ഹോം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള തലമുറയുടെ, അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഏലി വാസ് എ ഡിഫറെന്റ് പേഴ്സൺ. He was a good listener. He was ready to take the responsibility. He was a person who blessed people and the blessing comes true. വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഏലി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഏലി തന്നോടൊപ്പമാണ് ഈ ശമൂവേൽ ബാലനെ കിടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. പ്രായമൊക്കെ ആകുന്നുണ്ടേ രാത്രി ചൊവ്വയൊന്ന് ഉറങ്ങണം. എന്നാലേ ഈ ചെറുക്കൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? എന്നെ വിളിച്ചോ? മിഡ് നൈറ്റിൽ വന്ന് ഏലിയെ വിളിക്കുക, അപ്പച്ചാ എന്നെ വിളിച്ചോ? ചേട്ടാ ഇഷ്ടപ്പെടുമോ? ഇല്ല കുഞ്ഞെ, ഞാൻ വിളിച്ചില്ല, നീ പോയി കിട. ഏലി ഒന്ന് ഉറക്കം പിടിച്ചോണ്ടേ അടുത്ത്, അപ്പച്ചാ എന്നെ വിളിച്ചോ? നമ്മളാന്നേൽ ഒരു പൊട്ടീര് കൊടുക്കും അല്ലേ? മൂന്നാമത്തെ തവണയും വന്ന് അപ്പച്ചാ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടേ ആ കുഞ്ഞിനെ ശരിയായ നിലയിൽ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദൈവ മനുഷ്യനായിരുന്നു ഏലി. ബെറ്റർ ദാൻ യു ആൻഡ് മീ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഏലിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ വിളിച്ചില്ല, പക്ഷേ ശമൂവേലിനെ വിളിച്ചത് ആരാണ്? യഹോവയാണ് വിളിച്ചതെന്ന് ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളാണെങ്കിൽ ഉടനെ പറയും, മഹാപുരോഹിതനായ എന്നെ വിട്ടേച്ച് ഈ ചെറുക്കൻ്റെ അടുത്ത് ദൈവം സംസാരിക്കാൻ വരുന്നു, അത് വേണ്ട. പക്ഷേ ഏലി അങ്ങനെ അല്ലായിരുന്നു. ഏലി ഉപദേശം കൊടുത്തു, ഇനിയും വിളിച്ചാൽ നീ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉപദേശം കൊടുത്ത് ആ കുഞ്ഞിനെ വിട്ടു. പിറ്റേന്ന് രാവിലെ ഏലി ശമൂവേൽ ബാലനെ കാണാൻ നോക്കിയിരിക്കുകയാണ്. കാരണം ദൈവം എന്താ പറഞ്ഞ് എന്ന് അറിയാൻ വേണ്ടി. നമ്മളങ്ങനെ ഒരു കൊച്ചു പയ്യൻ വരുന്ന ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് സ്വീകരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. നമ്മൾ ചോദിക്കും, നീ ആരാടാ എൽഡേഴ്സിനെ ഉപദേശിക്കാൻ? നീ ആരാടാ മഹാപുരോഹിതനായ എന്നെ ഉപദേശിക്കാനായിട്ട് നീ ആരാ എന്ന് ചോദിക്കും. പക്ഷേ സിദക്കിയാ രാജാവ് ചെയ്ത പോലെ അവന്റെ ചെകിട്ടത്തൊന്നും അടിക്കുകയൊന്നും ചെയ്തില്ല. അത് കേട്ടു. അതിനോട് പോസിറ്റീവായിട്ട് ഒരു നിലയിൽ പ്രതികരിക്കുവാനും ഏലിക്ക് കഴിഞ്ഞു. എന്നാൽ ഏലിയെയും പുത്രന്മാരെയും ദൈവം കഠിനമായിട്ട് ശിക്ഷിച്ചു. എന്തുകൊണ്ട് ശിക്ഷിച്ചു? ദൈവം ഏലിക്കും 3 സോഴ്സിൽ കൂടെ വാണിംഗ് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 കൂട്ടരെ ദൈവം അയക്കുന്നുണ്ട്. ഒന്ന് ശമൂവേൽ എന്ന സ്മോൾ ബോയ്, രണ്ടാമത് ഒരു ദൈവ പുരുഷൻ, മച്വേർഡ് പേഴ്സൺ വന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയോട് പറയുന്നുണ്ട്. മൂന്നാമത് ദ ജനറൽ പബ്ലിക്, ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യർ വന്ന് ഏലിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഏലിക്ക് എന്താ മാറ്റം ഉണ്ടായത്? നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. ദൈവം ഏലിയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് വായിച്ചോണ്ടേ ദൈവം തമ്പുരാൻ ഏലിയോട് കുറച്ച് സങ്കടം പറയാ. എന്താ? ഏലി, നീ എന്നെ മറക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നിനക്ക് എന്താ ചെയ്തു തന്നതെന്ന് നീ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. നീ അത് മറന്നുപോയല്ലോ. 1 Samuel 2:27-29. 1 Samuel 2:27-29.
നിന്റെ പിതൃഭവനം മിസ്രൈമിൽ ഫറവോന്റെ ഗ്രഹത്തിന് അടിമകളായിരുന്നു. യഹൂദന്മാര് പിന്നെ പറഞ്ഞു, ഞങ്ങൾ ആർക്കും അടിമകളൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഹോവയായ ദൈവം പറയാണ്, ഏലി, നീയും നിന്റെ പിതാക്കന്മാരും ഇസ്രായേൽ മക്കൾ മുഴുവനും മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൽ നിന്ന് 12 ഗോത്രത്തിൽ നിന്ന് എന്റെ യാഗപീഠത്തിൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിക്കുവാനും സകല ഇസ്രായേൽ മക്കളിൽ നിന്നും ലേവി ഗോത്രമായ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. മാത്രമല്ല, ഇസ്രായേൽ മക്കൾ കൊണ്ടുവരുന്ന സകല ദഹനയാഗങ്ങളിൽ നിന്നും ഓഹരി ഭക്ഷിക്കുവാൻ, അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുവാൻ നിന്റെ പിതൃഭവനത്തിന് ദൈവം കൊടുത്തു. എന്നാൽ വാട്ട് ഡിഡ് യു ഡു? നീ എന്താ ചെയ്തേ? 29-ാം വാക്യം, തിരുനിവാസത്തിൽ അർപ്പിക്കുവാനായിട്ട് ദൈവമക്കളെ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും എന്റെ വഴിപാടും നിങ്ങളെ ചവിട്ടുന്നു. ആര് കൊണ്ടുവരുന്നത്? ദൈവമക്കൾ കൊണ്ടുവരുന്നത്. എന്തിനു കൊണ്ടുവരുന്നു? യാഗം കഴിക്കാൻ. ആർക്ക് യാഗം കഴിക്കാൻ? യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ. ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, ഈ വരുന്ന യാഗമൃഗത്തിന്റെ ഒരു പോർഷൻ ഈ പുരോഹിതനുള്ളതാ. വല്ലോനും ഇച്ചിരി പുഷ്ടി കുറഞ്ഞ ഒരു ആടിനെ കൊണ്ട് വന്നാല് ഇതാണോ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് തൊഴിക്കുകയാണ്, ചവിട്ടുകയാണ്. യാഗപീഠത്തിന്മേൽ ഇതിന്റെ മാംസം കഷ്ണ കഷ്ണമായിട്ട് വെട്ടി അത് വെക്കുമ്പോൾ അത് ആദരവോട് എതിർത്ത് വെക്കുന്നതിന് പകരം കാലുകൊണ്ട് തൊഴിച്ച് അതിനെ കിക്ക് ചെയ്യുന്ന, അതിനെ ചവിട്ടുന്ന, തൊഴിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ യാഗത്തെ പുച്ഛിച്ചു കളയുന്ന ഏലിയുടെ മക്കൾ. മാത്രമല്ല, പിന്നിങ്ങോട്ട് വന്നേ, വല്ലോർക്കും വല്ലോം പറയാൻ ഒക്കുമോ? കാരണം ജനങ്ങൾക്ക് ഇവരെ പേടിയാണ്. കാരണം ഇവന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നില്ലെങ്കിൽ, എന്റെ സിൻ ഓഫറിങ് കഴിക്കാൻ ഇവൻ റെഫ്യൂസ് ചെയ്താൽ എന്റെ പാപത്തിന് പരിഹാരം വരത്തില്ല. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഇവരെ ഭയന്ന് കഴിയുകയാണ്. പിന്നെ ദൈവം പറയുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴികളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിക്കുന്നു. അവരെന്താ കഴിക്കാൻ പ്രിഫർ ചെയ്തെന്നറിയാമോ? അതിലെ ഫാറ്റ്, അല്ലെ? അതിന്റെ മേധസ് ഒരിക്കലും കഴിക്കാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിന്റെ മേധസ്സാണ്. ഏലിയോട് ദൈവം ചോദിക്കുന്നു, ഏലി, നിന്നെ ഇത്രയും അനുഗ്രഹിച്ചിട്ട് നീ നിന്റെ പുത്രന്മാരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിച്ചോ? ഇല്ല. നേരെ തിരിച്ചാ പറയുന്നേ, എന്നേക്കാൾ ഉപരിയായിട്ട് നിന്റെ മക്കളെ നീ ബഹുമാനിച്ചു. നീ എന്നെ ബഹുമാനിച്ചില്ല, നിന്റെ മക്കളെയാണ് നീ ബഹുമാനിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ ബഹുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ആദരവുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ജനം ബോധിച്ചതുപോലെ നടന്നു എന്ന് പാലാരവട്ടത്തെ ദൈവമക്കളെ കുറിച്ച് പറയുവാനായിട്ട് ഇടയാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആക്ച്വലി ദീസ് പീപ്പിൾ were richer than all other tribes. കാരണം 10,000 രൂപ ഓരോ ഗോത്രത്തിൽ ഉള്ളവർക്കും കിട്ടുമെങ്കിൽ അവരെന്ത് ചെയ്യണം? 1000 രൂപ 10-1 ആർക്ക് കൊടുക്കണം? ഈ പുരോഹിതന്മാർക്ക് കൊടുക്കണം. അപ്പൊ അവർക്ക് എത്ര കിട്ടി? 9 കിട്ടി. 11 ഗോത്രത്തിൽ നിന്നും അവർ കിട്ടിയ ഇത് കൊണ്ടുവന്നെ പുരോഹിതന്മാർക്ക് എത്ര കിട്ടി? 11,000 കിട്ടി. അവർക്ക് എത്ര കിട്ടി? 9 കിട്ടിയുള്ളൂ. അപ്പം അവരെക്കാളും ദൈവം ഈ ലേവി ഗോത്രത്തെ മാനിച്ചിട്ടുണ്ട്. എന്നാൽ അവര് ദൈവത്തെ മാനിച്ചില്ല. അതാണ് ദൈവം പറയുന്നത്. സാമുവേൽ 2:22, സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ നിന്റെ മക്കൾ ശയിക്കുന്നു.
അവരവിടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വന്നവരാണ്. നിന്റെ മക്കൾ അവരോടുകൂടെ ശയിക്കുന്നു. ഇതിനെപ്പറ്റി ധാരാളം ടോബി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇത് പറഞ്ഞോണ്ടേ വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ഏലി? ഏലി പറയുന്നത്, ഈ വക മക്കളോട് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട്, ഈ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തത് കേട്ടിട്ട് പുള്ളി വളരെ കൂളാണ്, അല്ലേ? നിങ്ങൾ ഈ വക ചെയ്യുന്നത്, ഈ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ജനം പറഞ്ഞ്, നിങ്ങൾ ചെയ്യുന്നതല്ല പ്രശ്നം, അതിനെപ്പറ്റി ജനം പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? എൻ്റെ മക്കളെ എടാ വാടാ എന്നൊന്നുമല്ല വിളിക്കുന്നേ, വളരെ സോഫ്റ്റ് ആയിട്ട്. ഇത് നല്ലതല്ല എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് പറയാനേ ഏലിക്ക് കഴിഞ്ഞുള്ളൂ. അതിൻ്റെ റീസൺ ഉണ്ട്, നമ്മൾ കാണാം. വാസ്തവത്തിൽ ഏലി എന്ത് പറയണമായിരുന്നു? മക്കളെ, യു ഹാവ് ടു റിപ്പന്റ്, യു ഹാവ് ടു ബ്രിങ് എ സാക്രിഫൈസ് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. അത് പറയാനുള്ള കപ്പാസിറ്റി ഏലിക്ക് ഇല്ലാതെ പോയി. ഏലി ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന പാപം ആരോടാണ്? ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം യഹോവയോട് പാപം ചെയ്യുന്നതാണ്. ഇതൊക്കെ പറഞ്ഞോണ്ടേ മക്കളുടെ റിയാക്ഷൻ ആയിരുന്നു എന്തായിരുന്നു? അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. അവരപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ഇവന്റെ മുമ്പിൽ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിനോട് ചോദിക്കട്ടെ, ഡു യു റെസ്പെക്ട് യുവർ പേരൻസ്? ഡു യു അൺകണ്ടീഷണലി ഒബേ യുവർ ഫാദർ ആൻഡ് മദർ? നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പനെ അമ്മയും അനുസരിക്കണം. അവരെ കൂട്ടാക്കാതെ ഇരിക്കരുത്. അവര് നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും പണമില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും കഴിവില്ലായിരിക്കാം, പക്ഷേ അപ്പനെ അമ്മയെ കൂട്ടാക്കാതിരുന്നാൽ ഏലിയുടെ മക്കൾക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഞാൻ ചില പേരൻസിനോട് സംസാരിക്കുന്നുണ്ടേ, അപ്പൻ മക്കളെ പേടിച്ചാ ജീവിക്കുന്നത്. കാരണം വയസ്സാകുന്നുണ്ടേ യുവന്മാരുടെ കാരുണ്യമില്ലാതെ മുന്നോട്ട് പോകാൻ വിഷമമാണല്ലോ. അതാണ് അന്ന് സംഭവിച്ചത്. ഇന്നും അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ദൈവം ഏലി മക്കളോട് വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചോണ്ടേ യഹോവയായ ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്താണെന്നറിയാമോ? 1 സാമുവേൽ 3:11-12 യഹോവ ശമൂവേലിൽ കൂടെ അരുളി ചെയ്യുകയാണ്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നതിന്റെ ചെവി രണ്ടും മുഴങ്ങും. അത് കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങും. ഞാൻ ഈ പാപം ചെയ്യുന്ന ഇസ്രായേലിനോട്, ഏലിയോട്, ഏലിയുടെ മക്കളോട് ചെയ്യുവാൻ പോകുന്നത് കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങുവാനിടയാകും. ഞാനത് അത്യന്തം A to Z ഞാനത് ചെയ്യും എന്ന് പറയുകയാണ്. ഈ ഹൊഫ്നയും ഫിനെഹാസും ആരാ? ദേ ആർ ദ പ്രീസ്റ്റ്. അവര് പുരോഹിതന്മാരാണ്. ജനം പാപം ചെയ്താൽ ഇവരുടെ അടുത്താണ് യാഗമൃഗവുമായിട്ട് വരുന്നത്, അവരാണ് യാഗം അർപ്പിക്കുന്നത്. പക്ഷെ അവരെങ്ങനെയാ ജീവിക്കുന്നത്? 1 സാമുവേൽ 2:11 ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ആരാ ഇവരെ? പുരോഹിതന്മാരാണ്, പക്ഷേ അവരെന്താ? നീചന്മാരാണ്. They were wicked. ദൈവത്തെ ഓർക്കാത്തവരായിരുന്നു. പിന്നെ ഇവരെന്തോ യാഗമാ കഴിച്ചത്, ഇവരെന്തോ ശുശ്രൂഷയാണ് ആ സഭയ്ക്ക് വേണ്ടി ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ചെയ്തത്. അതൊക്കെ പോട്ടെ, അടുത്ത ഒരു കാര്യം 1 സാമുവേൽ 2:13-17 ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും ഒരു യാഗം കഴിക്കാനായിട്ട് യാഗമൃഗത്തെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മാംസം ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ യാഗപീഠത്തിൽ കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ പുരോഹിതന്റെ ബാല്യക്കാരൻ എന്തോ കണ്ടാ വരുന്നേ? മുപ്പല്ലിയുമായിട്ട്. എന്താ മുപ്പല്ലി? ഇന്ന് നമ്മൾ കാണുന്നത് തൃശൂലം അല്ലേ? തൃശൂലമായിട്ട് വരികയാണ്. കുത്തിയാല് ഉണക്കുന്നത് എടുത്തോണ്ട് പോവാം. ആരാ വരുന്നത്?
ഹൊഫ്നിയും ഫിനെഹാസും അല്ല, അവന്റെ വീട്ടിൽ നിൽക്കുന്ന ബംഗാളിയാണ് വരുന്നത്, അവന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരനാണ് വരുന്നത്. അപ്പൊ എത്ര മാത്രം അധപ്പതിച്ചു എന്ന് നോർത്ത്. ഗുണ്ടാ പോലെയാണ് വരുന്നത്, മാഫിയ പോലെയാണ് വരുന്നത്, കുന്തം കൊണ്ടാണ് വരുന്നത്, കുത്തുക, എടുക്കുക, കൊണ്ടുപോകുക. എത്ര അധപ്പതിച്ച സ്ഥിതി എന്നോർക്കണം. അവർ വന്നാല് ഈ തൃശൂലവും കൊണ്ടുവന്ന് ചട്ടിയിലോ കലത്തിലോ ഉരുളിയിലോ ഉള്ളത് കുത്തും, എടുത്തോണ്ട് പോകും. പാവപ്പെട്ടവർ പറയും, ഇതൊന്ന് ഈ മേധസ്സൊന്ന് ദഹിച്ചോട്ടെ എന്നിട്ട് കൊണ്ടുപോകും, ഞങ്ങൾക്കൊന്നും വേണ്ട, മൊത്തം എടുത്തോണ്ട് പോ. ഇല്ല, പച്ച മാംസമേ എടുക്കത്തുള്ളൂ, മേധസ്സോടുകൂടെ മാത്രമേ എടുക്കത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ? ജ്യൂസി ബാർബക്യൂ വേണം, അല്ലേ? ഏലിക്കൊന്നും പറയാനൊത്തില്ല. എന്താണെന്നറിയാമോ? ഏലി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ബാർബക്യൂ സെറിമണി. ഏലിയും ഈ ബാർബക്യൂ കഴിച്ചാണ്. ഏലിയുടെ തടി എങ്ങനെ ഉണ്ടായിരുന്നു? താനൊരു തടിയനായിരുന്നു, അല്ലേ? എവിടുന്ന് ഈ മേധസ് കഴിച്ച് ഈ ഏലിയും മക്കളോടൊപ്പം ഈ ബാർബക്യൂ ഫീസ്റ്റ് കഴിച്ച് തടിയനായിട്ട് തീർന്നു. പിന്നെ മക്കളോട് പറയാൻ ഒക്കുമോ, പിള്ളാരെ പാടില്ല എന്ന്? നമ്മളൊരു പാപത്തിൽ പാർട്ടായാൽ വി വോണ്ട് ഹാവ് എനി വോയിസ്, നമുക്കൊന്നും മിണ്ടാൻ കഴിയാത്ത സ്ഥിതിയിൽ ആകുവാൻ സാധ്യതയുണ്ട്. ഏലിയുടെ മക്കളും കുടുംബവും മൊത്തം ആ നിലയിലായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ പെട്ടെന്ന് പോട്ടെ. ദൈവം യഹോവ അവരോട് ഇടപെടുന്ന ചില രംഗങ്ങളുണ്ട്. ദൈവം പറയുന്നു, ഏലിയുടെ ഭവനത്തെ ഞാൻ എന്നേക്കും ശിക്ഷ വിധിക്കും. ഏലിയെ മക്കളെ ശിക്ഷ വിധിക്കുമെന്നല്ല പറഞ്ഞേ, തലമുറകളെ ശിക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് ദൈവം ശിക്ഷിക്കുന്നത് നമ്മളെ മക്കളെയും അല്ല, മാത്രമല്ല തലമുറകളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് ദൈവം എന്നുള്ളത് മറക്കുവാനായിട്ട് പാടില്ല. നമുക്കത് വേദപുസ്തകം വായിക്കുന്ന നമുക്കറിയാം. ആ തലമുറകളിൽ പോലും ഒരുത്തൻ ശേഷിച്ചവനെ ശലോമോന് മാറ്റി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു നാളും ഒരു യാഗത്താലും ഒരു വഴിപാടിനാലും ഈ ഏലിയുടെ ഭവനത്തിന്റെ തെറ്റിന് ഒരു പരിഹാരവുമില്ല എന്ന് ദൈവം ഡിക്ലെയർ ചെയ്തു. പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ ഒരു വൃദ്ധനും ഉണ്ടാകുകയില്ല, നിന്റെ മക്കളെല്ലാം അവരുടെ പുരുഷപ്രായത്തിൽ അവർ കൊല്ലപ്പെടുവാനായിട്ട് ഇടയാകും. മാത്രമല്ല, നിന്റെ മക്കള്, നിന്റെ തലമുറ, നിന്റെ കൊച്ചുമക്കളെ ഒരു കഷ്ണം അപ്പം തിന്നാനായിട്ട്, ഇറച്ചിയൊന്നും വേണ്ട കേട്ടോ, ഒരു കഷ്ണം അപ്പം തിന്നാനായിട്ട് എന്നെ വേലക്കാക്കണമേ എന്ന് പറഞ്ഞ് കെഞ്ചുന്ന ഒരു കാലം കൊച്ചുമക്കൾക്ക് ഉണ്ടാകും. ഏലിക്ക് ആവശ്യത്തിന് വാണിംഗ് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏലി ശരിയായ നിലയിൽ തക്ക സമയത്ത് റിയാക്ട് ചെയ്തില്ല. മക്കളെ ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ചില്ല എന്നല്ല, ശാസിച്ച് അമർത്തിയില്ല. ഓരോ പിതാക്കന്മാരും എനിക്ക് പറയാനുള്ളത്, ശാസിക്കുകയല്ല, ശാസിച്ച് അമർത്തുവാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്ന നമ്മുടെ വിഷയമല്ല. അത് ചെയ്തില്ല എങ്കിൽ ഏലിയുടെ കുടുംബത്തിന് സംഭവിച്ച പോലെ എന്റെ കുടുംബത്തിൽ സംഭവിക്കുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. 4-ാം അധ്യായത്തിലോട്ട് വരുന്നത്, ദാറ്റ് ഈസ് എ ചാപ്റ്റർ ഓഫ് പണിഷ്മെന്റ്. ദൈവം താന് അരുളി ചെയ്തത് നിവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. ശമൂവേലിന് ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ജനം യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ശമൂവേൽ പറഞ്ഞ വാക്കനുസരിച്ച് അവര് യുദ്ധത്തിന് പോയി. ഫെലിസ്ത്യരോട് തോറ്റുപോയി. ഒരിക്കലും തോക്കാൻ ഫെലിസ്ത്യർ ഇങ്ങോട്ട് വന്നതല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. അവരോട് തോറ്റുപോയി. ഒറ്റയടിക്ക് 4000 പേര് മരിച്ചു. 4000 എന്നുള്ള അന്നത്തെ കാലത്ത് വലിയൊരു സംഖ്യ. ഇത്രയും പോപ്പുലേഷൻ ഇല്ല. ഒരു ബോംബിട്ട് കൊന്നതല്ല, നേർക്ക് നേരെ മുഖത്തോട് മുഖത്ത് നിന്ന് വാളുകൊണ്ട് വെട്ടി നുറുക്കി രക്തം ഒഴുക്കി 4000 പേര് ഒറ്റ ദിവസം കൊണ്ട് കൊന്നു.
അവിടുത്തെ മൂപ്പന്മാരെ ചോദിച്ചു, ചേട്ടാ എന്താ തോറ്റുപോയേ? അവര് തന്നെ ഉത്തരം കണ്ടുപിടിച്ചു. എന്തോ ഒരു കുഴപ്പമുണ്ട്, പരിഹാരം കണ്ടുപിടിച്ചു. നമുക്ക് ശീലോവിലേക്ക് മടങ്ങിപ്പോകാം. നമുക്ക് ദൈവാലയത്തിൽ നിന്ന് നിയമപ്പെട്ടവും കൊണ്ടുവന്നാല് അത് നമ്മളെ രക്ഷിക്കും. ദൈവം രക്ഷിക്കുമെന്നല്ല പറഞ്ഞേ, അത് നമ്മളെ രക്ഷിക്കും. അവര് പോയി നിയമപ്പെട്ടവും എടുത്തോണ്ട് വന്നു. ഹൊഫ്നയും ഫിൻഹാസും കൂടെ വന്നു. ഈ നിയമപ്പെട്ടകം പടക്കളത്തിൽ വന്നുകൊണ്ട് സകല ജനവും ആർപ്പിട്ടു. ആർപ്പിന്റെ ശബ്ദം കേട്ട് ഫെലിസ്ത്യര് പേടിച്ചു. അയ്യോ, ഈ ദൈവത്തിന്റെ, ഈ മിസ്രൈമിൽ നിന്ന് അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കൊണ്ടുവന്ന ഈ ജനത്തിന്റെ ദൈവത്തിന്റെ മുമ്പ് ആർക്ക് നിൽക്കാൻ കഴിയും എന്ന് ഫെലിസ്ത്യര് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷേ അവിടെ ദൈവം വന്നില്ല. ദൈവത്തിന്റെ പെട്ടകം മാത്രമേ വന്നുള്ളൂ. ഒരു ഉപകരണം മാത്രമേ വന്നുള്ളൂ. ദൈവം അവരുടെ കൂടെ വന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ തോൽക്കുമാറാക്കി. ആദ്യമേ 4000 പേര് മരിച്ചു. ഇപ്പൊ എത്ര പിന്നെ മരിച്ചു? 30,000 പേര് മരിച്ചു. ഒറ്റ ദിവസം വെട്ടിക്കൊന്നു. നേരെ ബോംബിട്ടതൊന്നുമല്ല. അത്രമാത്രം അവര് പരാജയപ്പെടുവാനായിട്ട് ഇടയായി. എന്ത് സംഭവിച്ചു? ഏലിയുടെ മക്കള് ഹൊഫ്നിയും ഫിൻഹാസും അവിടെ കൊല്ലപ്പെട്ടു. ഈ വാർത്ത പറയാനായിട്ട് ഒരു ബാല്യക്കാരൻ ഓടി വന്നു. ആ വാർത്ത കേട്ട് ഏലി പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. മക്കള് മരിച്ചു, 34,000 പേര് മരിച്ചു എന്നുള്ളതല്ലായിരുന്നു ഏലി അഫക്റ്റ് ചെയ്തു. നമ്മളിവിടെ വായിക്കുന്നതാണ് മനസ്സിലാവും. ദൈവത്തിന്റെ പെട്ടകം ശത്രുവിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടു പോയി എന്നറിഞ്ഞപ്പോൾ താന് സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുവാനായിട്ട് ഇടയായി. ഏലിയുടെ മകൻ ഫിനഹാസിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവള് നിലത്ത് വീണു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ആ സ്ത്രീ മരിച്ചുപോയി. അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. ഏലി ചെയ്ത പാപം എന്തായിരുന്നു? ഏലി ചെയ്ത പാപമല്ല, ഏലി ചെയ്യാതിരുന്നതായിരുന്നു പാപം. ഏലി ചെയ്യാതിരുന്നതാണ് ഏലിയുടെ പാപമായിട്ട് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. നമ്മൾ ചെയ്യാതിരുന്ന അനേക കാര്യങ്ങൾ, നമ്മൾ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ച അനേക കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ദൈവം നമ്മളോട് ഇടപെടും. ഏലിയുടെ കുടുംബത്തോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ദൈവം നമ്മളോട് ഇടപെടുവാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഏലി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം ദയയുള്ള ദൈവമാണ്, കൃപ കാണിക്കുന്ന ദൈവമാണ്. അനേക സന്ദർഭത്തിലും ദൈവം ശിക്ഷിക്കും എന്ന് കൽപ്പിച്ചിട്ട് ആ കൽപ്പന ദൈവം മാറ്റിയിട്ടുണ്ട്. എപ്പോഴേ? when they repented. എന്നൊക്കെ അനുദപിച്ചോ അന്ന് ദൈവം അവരോട് ക്ഷമിച്ച് അവരെ വിടുവിച്ചിട്ടുണ്ട്. ബട്ട് ഏലി forgot to repent ചെയ്യാൻ, മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുവാൻ, കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കുമാറാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.